ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇതും നിങ്ങളുമായി ഒരു ബന്ധവുമില്ലെന്ന് നിങ്ങൾ കരുതിയേക്കാം. ആഫ്രിക്കയിലെ ഒരു അഗ്നിപർവ്വതം, വളരെ ദൂരെ, വ്യത്യസ്ത രാജ്യം. എന്നാൽ ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂരം ഒരു പ്രശ്നമല്ല. 2010 ഐസ്ലാൻഡിലെ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചപ്പോൾ യൂറോപ്പ് മുഴുവൻ വിമാന സർവീസ് ദിവസങ്ങളോളം നിലച്ചു. 2025 ആ കഥ ആഫ്രിക്കയിൽ ആവർത്തിച്ചു. പലയിടങ്ങളിലും വിമാനങ്ങൾ നിലച്ചു. വ്യോമാതിർത്തി അടച്ചിടേണ്ടി വന്നു. ചാരം ഇന്ത്യയിൽ പോലും എത്തി. അതുകൊണ്ടാണ് ഭൂമിയെ മനസ്സിലാക്കുന്നത് ഇനി ഓപ്ഷണൽ അല്ലാത്തത്. അതുകൊണ്ടാണ് ഈ കഥ പ്രധാനമാകുന്നത്. ഭൂമി മാറുകയാണ്. നമ്മളിൽ പലരും അത് തിരിച്ചറിയുന്നില്ല. 2025 നവംബർ 23 എത്യോപ്യയിൽ പെട്ടെന്ന് ഒരു അഗ്നിപർവ്വത സ്ഫോടനം നടന്നു. ഹെയ്ലി ഗ്ലൂബി എന്ന അഗ്നിപർവ്വതം സജീവമായി. ഏകദേശം 12,000 വർഷത്തിനിടയിലെ ആദ്യത്തെ സ്ഫോടനമായിരുന്നു ഇത്. ആരും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. ശാസ്ത്രജ്ഞർക്ക് പോലും മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകാൻ കഴിയാത്ത വിധമായിരുന്നു സ്ഫോടനം. ദൂരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും ഈ വലിയ ശബ്ദം വ്യക്തമായി കേൾക്കാനായി. അത് ഒരു വലിയ സ്ഫോടന ശബ്ദം പോലെയാണെന്ന് പലരും പറയുകയുണ്ടായി. അഗ്നിപർവ്വതം ആകാശത്തേക്ക് വലിയൊരു ചാരമേഘം പുറന്തള്ളുകയും ചെയ്തു. ചാരം ഏകദേശം 50,000 അടി വരെ ഉയർന്നു. അതിൻ്റെ വലിപ്പം അത്രയും വലുതായിരുന്നു. ബഹിരാകാശത്തിൽ നിന്ന് ഉപഗ്രഹങ്ങൾക്ക് പോലും അത് കാണാൻ സാധിച്ചു. നാസ, ESA പോലുള്ള സ്പേസ് ഏജൻസീസിൻ്റെ ഉപഗ്രഹങ്ങൾ ഈ ചാരമേഘം തുടർച്ചയായി ട്രാക്ക് ചെയ്തു. കാറ്റിൻ്റെ ദിശ മാറിയതോടെ ഈ ചാരമേഘം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചു. ആദ്യം അത് ഒമാനിലേക്കും യമനിലേക്കും നീങ്ങി. പിന്നീട് അത് പാകിസ്ഥാനിലേക്കും ഇന്ത്യയിലേക്കും എത്തി. ഇതിൻ്റെ ഫലമായി നിരവധി വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്നു. ഡൽഹിയിലെ വിമാനത്താവളങ്ങൾക്കും ഇത് നേരിട്ട് ബാധിച്ചു. അഗ്നിപർവ്വത ചാരത്തിനടുത്ത് വിമാനം പറത്തുന്നത് അത്യന്തം അപകടകരമാണ്. കാരണം അഗ്നിപർവ്വത ചാരം സാധാരണ ഒരു ചാരമല്ല. അത് ഉരുകിയ ഗ്ലാസ് പോലെ ആയിരിക്കും. അതിൽ ചെറിയ കല്ലുകൾ, മൂർച്ചയുള്ള പരലുകൾ, ഗ്ലാസ് പോലുള്ള സൂക്ഷ്മ കണികകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇവ വിമാനത്തിന്റെ എഞ്ചിനിൽ കയറിയ എഞ്ചിൻ പ്രവർത്തനം പെട്ടെന്ന് നിലച്ചേക്കാം. ചാരം വിമാനത്തിന്റെ ജനാലകൾക്കും ഗുരുതരമായ കേടുപാടുകൾ വരുത്തും. ഗ്ലാസിൽ സാരമായ പോറലുകൾ ഉണ്ടാക്കും. അതിനാൽ പറക്കുന്നതിനിടെ പൈലറ്റുകൾക്ക് മുന്നോട്ട് വ്യക്തമായി കാണാൻ കഴിയാത്ത സാഹചര്യം പോലും ഉണ്ടാകാം. ഈ അപകട സാധ്യത കണക്കിലെടുത്ത് പല മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലും വിമാനങ്ങൾ റദ്ദാക്കി. ചാരമേഘം പതുക്കെ ചൈനയിലേക്കും മ്യാൻമറിലേക്കും നീങ്ങി. ഈ സ്ഫോടനം അതീവ ശക്തമായിരുന്നു. 190 കിലോമീറ്റർ അകലെ താമസിക്കുന്ന ആളുകൾക്കും ആ ശബ്ദം കേൾക്കാനായി. എത്യോപ്യയ്ക്ക് സമീപമുള്ള ജിബൂട്ടിയിൽ ഭൂകമ്പ ഷോക്ക് തരംഗങ്ങൾ വരെ അനുഭവപ്പെട്ടിരുന്നു. അഗ്നിപർവ്വതത്തിൽ നിന്ന് ഏകദേശം 28 കിലോമീറ്റർ അകലെയുള്ള എത്യോപ്യയിലെ അഫ്ഡറ മേഖലയിൽ പല ഗ്രാമങ്ങളും കട്ടിയുള്ള ചാരത്തിൽ പൂർണ്ണമായി മൂടപ്പെട്ടു. പക്ഷേ ഇവിടെ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഈ സംഭവത്തിൽ ഒരു മനുഷ്യജീവനും നഷ്ടപ്പെട്ടില്ല. അതിന് കാരണം അഗ്നിപർവ്വതം ഒരു വിദൂര പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അവിടെ താമസിക്കുന്നത്. ഈ പ്രദേശത്തെ ഡാനഗിൽ ഡിപ്രഷൻ എന്നാണ് വിളിക്കുന്നത്. ഇന്ന് ഇത് ഒരു ചൂടേറിയ മരുഭൂമിയായി തോന്നാം. എന്നാൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഇതേ പ്രദേശം ഒരു പുതിയ സമുദ്രത്തിന്റെ അടിത്തട്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ സ്ഥലങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നു. സമുദ്രനിരപ്പിന് താഴെയാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ താപനില പലപ്പോഴും 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയരും. മഴ ലഭിക്കുന്നത് ഇവിടെ വളരെ അപൂർവമാണ്, ഏതാണ്ട് 0 എന്ന് പറയാം. ശാസ്ത്രജ്ഞർ ഈ പ്രദേശത്തെ വളരെ പ്രധാനപ്പെട്ടതായി കാണുന്നു. കാരണം ഇതെല്ലായ്പ്പോഴും ഭൂമിശാസ്ത്രപരമായി സജീവമാണ്. അതേസമയം വിനോദസഞ്ചാരികളും ഈ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. ഭൂമി വളരെ വ്യത്യസ്തമായും നിറഞ്ഞ നിറങ്ങളോടെയും കാണപ്പെടുന്നു. ഭൂമിക്കടിയിലെ രാസപ്രവർത്തനങ്ങളാണ് മഞ്ഞ, പച്ച, നീല നിറങ്ങൾ ഇവിടെ പ്രത്യക്ഷപ്പെടാൻ കാരണമാവുന്നത്. അതിനാലാണ് പലരും ഈ സ്ഥലം ഒരു അന്യഗ്രഹ ലോകം പോലെയാണെന്ന് പറയുന്നത്. ഇപ്പോൾ പ്രധാന ചോദ്യം ഇതാണ്: ഇത്രയും കാലത്തിന് ശേഷം ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് എന്തുകൊണ്ടാണ്? ഉത്തരം ഭൂമിയുടെ ആഴത്തിൽ മറഞ്ഞിരിക്കുകയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡം ഇപ്പോൾ പതുക്കെ പിളരുകയാണ്. വളരെ കാലം മുമ്പ് ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളും ഒരുമിച്ച് ചേർന്നിരുന്നു. ആ മഹാഭൂഖണ്ഡത്തെ പാഞ്ചിയ എന്നാണ് വിളിച്ചിരുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ ആ മഹാഭൂഖണ്ഡം പല പ്രത്യേക ഭൂഖണ്ഡങ്ങളായി പിളർന്നു. ഈ പ്രദേശത്ത് ആഫ്രിക്കൻ ടെക്ടോണിക് പ്ലേറ്റും അറേബ്യൻ ടെക്ടോണിക് പ്ലേറ്റും ഒരിക്കൽ തമ്മിൽ ബന്ധപ്പെട്ട് കിടന്നിരുന്നു. കാലക്രമേണ അവ വേർപിരിഞ്ഞപ്പോൾ അവയുടെ ഇടയിലുണ്ടായ വിടവ്
ചെങ്കടലും ഏതൻ ഉൾക്കടലുമായി മാറി. ഇന്നും ടെക്ടോണിക് പ്ലേറ്റുകൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആഫ്രിക്കൻ പ്ലേറ്റ് ഇപ്പോൾ 2 ഭാഗങ്ങളായി പിളരുകയാണ്. അവയെ നൂബിയൻ പ്ലേറ്റ് എന്നും സൊമാലി പ്ലേറ്റ് എന്നും വിളിക്കുന്നു. ഹേലി ഹൂബി അഗ്നിപർവ്വതത്തിന് സമീപം 3 ടെക്ടോണിക് പ്ലേറ്റുകൾ ഒരിടത്ത് കണ്ടുമുട്ടുന്നു. നൂബിയൻ, സൊമാലി, അറേബ്യൻ പ്ലേറ്റുകൾ. ഈ പ്ലേറ്റുകൾ പതുക്കെ പരസ്പരം അകന്നു പോകുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ വലിയ വിള്ളലുകൾ രൂപം കൊള്ളുന്നു. ഈ പ്രദേശത്തെ അഫാർ റിഫ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അഫാർ റിഫ്റ്റ് ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് എന്നറിയപ്പെടുന്ന വളരെ വലിയ ഭൂമിശാസ്ത്ര സംവിധാനത്തിന്റെ ഭാഗമാണ്. ഈ വിള്ളൽ ഏകദേശം 6000 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. കെനിയ, ടാൻസാനിയ, മലാവി, മൊസാംബിക് എന്നിവയിലൂടെ ഇത് കടന്നു പോകുന്നു. വളരെ വിദൂരമായ ഭാവിയിൽ ഈ വിള്ളൽ ആഫ്രിക്കയെ 2 വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളായി വിഭജിക്കും. ഇതിന് 5 മുതൽ 10 ദശലക്ഷം വർഷങ്ങൾ വരെ എടുക്കുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ ഒരു വർഷം 2 മുതൽ 5 സെന്റിമീറ്റർ വരെ മാത്രമാണ് നീങ്ങുന്നത്. അത് മനുഷ്യന്റെ നഖങ്ങൾ വളരുന്ന വേഗതയ്ക്ക് സമാനമാണ്. ഈ നിരന്തര ചലനത്തിന്റെ ഫലമായി ഇവിടെ ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും സാധാരണമായി സംഭവിക്കുന്നു. കിളിമഞ്ചാരോ പർവ്വതം, കെനിയ പർവ്വതം, സ്ഥിരമായ ലാവ തടാകമുള്ള എർട്ട അലെ അഗ്നിപർവ്വതം എന്നിവയെല്ലാം ഈ സംവിധാനത്തിന്റെ ഭാഗമാണ്. അതുപോലെ മലാവി തടാകം, ടാങ്കാനിക തടാകം, ആൽബർട്ട് തടാകം, കിവു തടാകം എന്നിവയുൾപ്പെടെ നിരവധി വലിയ തടാകങ്ങളും ഈ വിള്ളൽ മൂലമാണ് രൂപപ്പെട്ടത്. അതുകൊണ്ട് നാം വലിയ ചിത്രങ്ങൾ നോക്കുമ്പോൾ ഈ അഗ്നിപർവ്വത സ്ഫോടനം ഒരു അത്ഭുത സംഭവമല്ല. ശാസ്ത്രജ്ഞർ വർഷങ്ങളായി മുന്നറിയിപ്പ് സൂചനകൾ ശ്രദ്ധിച്ചു വരികയായിരുന്നു. 2005 വെറും 10 ദിവസത്തിനുള്ളിൽ ഈ പ്രദേശത്ത് 60 കിലോമീറ്റർ നീളമുള്ള ഒരു വലിയ വിള്ളൽ പെട്ടെന്ന് രൂപപ്പെടുകയുണ്ടായി. 2025 അടുത്തുള്ള എർട്ട ആലെ അഗ്നിപർവ്വതവും പൊട്ടിത്തെറിച്ചു. ഇപ്പോൾ നാം കാണുന്നത് വളരെ അപൂർവമായ ഒന്നാണ്. ഇവയെല്ലാം നമ്മളെ എങ്ങനെ ബാധിക്കും? ഉത്തരം ലളിതമാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ കണ്ണിന് മുന്നിലുണ്ട്. അത് വ്യക്തമായി കാണിക്കുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് ഒന്നിലധികം ടെക്ടോണിക് പ്ലേറ്റുകൾ പരസ്പരം കൂട്ടിയിടിക്കുന്ന പ്രദേശത്താണ്. അതുകൊണ്ട് തന്നെ അവിടെ പതിവായി ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, സുനാമികൾ എന്നിവ അനുഭവപ്പെടുന്നു. ആഫ്രിക്കയിൽ പ്രവർത്തിക്കുന്ന അതേ ഭൂമിശാസ്ത്ര ശക്തികളാണ് ജപ്പാന് കീഴിലും സജീവമായിരിക്കുന്നത്, എന്നാൽ വളരെ കൂടുതൽ തീവ്രമായ രീതിയിൽ. അതുകൊണ്ടാണ് ജപ്പാൻ ലോകത്തിലെ ഏറ്റവും ഭൂമിശാസ്ത്രപരമായി അപകട സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത്. ഭൂമി നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചോദ്യം നമ്മളത് കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇനി ആഫ്രിക്ക വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇതിനർത്ഥം ആഫ്രിക്ക നമ്മുടെ ജീവിതകാലത്ത് പെട്ടെന്ന് വിഭജിക്കപ്പെടുമെന്നല്ല. മനുഷ്യരുടെ കാഴ്ചപ്പാടിൽ ഈ പ്രക്രിയ വളരെ മന്ദഗതിയിലാണ്. എന്നാൽ ഭൂമിശാസ്ത്രപരമായ തലത്തിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ചെറിയ സ്ഫോടനങ്ങൾ, ഭൂകമ്പങ്ങൾ, ഭൂമിയിലെ വിള്ളലുകൾ ഇവയെല്ലാം ഭൂമിക്കടിയിൽ നടക്കുന്നതായ വളരെ വലിയ മാറ്റത്തിന്റെ സൂചനകളാണ്. ഹെയ്ലി ഹൂബി അഗ്നിപർവ്വത സ്ഫോടനം അത്തരത്തിലുള്ള ഒരു വ്യക്തമായ അടയാളമാണ്. ഇതുപോലുള്ള സംഭവങ്ങൾ ശാസ്ത്രജ്ഞർക്ക് ഭൂഖണ്ഡങ്ങൾ എങ്ങനെ രൂപം കൊള്ളുന്നു, സമുദ്രങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു, കാലക്രമേണ ഭൂമി എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. പ്രകൃതി അതിൻ്റെതായ സമയക്രമത്തിലാണ് പ്രവർത്തിക്കുന്നത്. സാവധാനം, ശക്തമായി, തടയാനാവാത്ത വിധത്തിൽ. ഇന്ന് ഒരു ദുരന്തം പോലെ തോന്നുന്നത് യഥാർത്ഥത്തിൽ ഭൂമിയുടെ ദീർഘകാല പ്രകൃതി പ്രക്രിയയുടെ ഒരു ഭാഗം മാത്രമാണ്. ഇത് നമ്മെ ഒരു കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ ഗ്രഹം ഇപ്പോഴും സജീവമാണ്, ഇപ്പോഴും ചലിക്കുന്നു, ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. ആ ഓർമ്മപ്പെടുത്തലോടെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്.